ഹലോ എവരിവൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ജോഗ്രഫി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് UPSCക്ക് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്നും ആ ജോഗ്രഫിയെ എങ്ങനെയാണ് UPSC സിലബസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഇതുകൂടാതെ ഈ സിലബസിൽ നിന്നുള്ള ടോപ്പിക്സിനെ നമ്മൾ ഫർദർ ചെറിയ ചെറിയ മൊഡ്യൂൾസായി ഡിവൈഡ് ചെയ്യുകയും അതിനെ വീണ്ടും മൈക്രോ ടോപ്പിക്സായി ഡിവൈഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അല്ലേ? ഏതൊക്കെ മൊഡ്യൂൾസ് ആയിരുന്നു? ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രഫി, ജിയോമോർഫോളജി, ഇന്ത്യൻ ജോഗ്രഫി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ജോഗ്രഫി, അതുപോലെ മാപ്പ് സ്റ്റഡി എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലെ ക്ലൈമറ്റോളജി എന്നുള്ള ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്ലൈമറ്റോളജിയിൽ നമ്മൾ സിലബസ് സ്പ്ലിറ്റ് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് ബേസിക്സ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, എർത്തിന്റെ റൊട്ടേഷൻ, റെവല്യൂഷൻ പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ ദി ബേസിക്സ് ഓഫ് ക്ലൈമറ്റോളജിയാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് എർത്ത് എന്ന് പറയുന്ന നമ്മുടെ ആ പ്ലാനറ്റിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. സോ ക്ലൈമറ്റോളജി വിൽ സ്റ്റാർട്ട് വിത്ത് എർത്ത്. സോ എർത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യൻ ചുറ്റും വലം വയ്ക്കുന്ന 8 പ്ലാനറ്റ്സിൽ മൂന്നാമനാണ്. ദ തേർഡ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. മെർക്കുറി, വീനസ് കഴിഞ്ഞാൽ മൂന്നാമത് കിടക്കുന്ന ആളാണ് എർത്ത്. സോ എർത്തിനെ നമ്മൾ സ്പേസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ ഓൾമോസ്റ്റ് 70% ഓഫ് ദി ഏരിയ, 70% ഏരിയയും വാട്ടർ ആണ്. ലൈക്ക് ഓഷ്യൻ ഈസ് കവറിംഗ് ദി 70% ഓഫ് ഏരിയ ഓഫ് എർത്ത്. അതുകൊണ്ട് തന്നെ വെൻ യു ലുക്ക് ഫ്രം ദി സ്പേസ്, നമ്മൾ സ്പേസിൽ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ എർത്തിന് ഒരു ബ്ലൂ കളറിലാണ് കാണുവാൻ പറ്റും. നിങ്ങൾ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വി കോൾ എർത്ത് ആസ് എ ബ്ലൂ പ്ലാനറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് 70% ഓഫ് ദി എർത്ത് ഈസ് കവർഡ് വിത്ത് വാട്ടർ, ഹെൻസ് നോൺ ആസ് ദി ബ്ലൂ പ്ലാനറ്റ്. ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. എർത്തിന്റെ ഫോർമേഷനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എർത്തിന്റെ പ്രായം, ഏജ് നോക്കിക്കഴിഞ്ഞാൽ ദി ഏജ് ഓഫ് എർത്ത് ഈസ് അറൌണ്ട് 4.6 ബില്യൺ ഇയേഴ്സ്. 4.6 ബില്യൺ ഇയേഴ്സ് പ്രായമുണ്ട് എർത്തിന്. ഈ എർത്തിന്റെ ഫോർമേഷനെ പറ്റി ധാരാളം തിയറീസ് നിലവിലുണ്ട്. ചിലതൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ബിഗ് ബാങ് തിയറി, നെബുലാർ ഹൈപ്പോത്തസിസ് പോലുള്ള ധാരാളം തിയറീസ് നടക്കുന്നുണ്ട്. അത് ഏറ്റവും പോപ്പുലർ ആയതും ഫോളോഡ് ആവുന്നതാണ് ബിഗ് ബാങ് തിയറി. ഓക്കെ, ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ പൊട്ടിത്തെറി. ഇന്നീ കാണുന്ന യൂണിവേഴ്സ്, പ്രപഞ്ചം എന്ന് പറയുന്നത് പണ്ടൊരു സിംഗുലാർ ആറ്റം ആയിരുന്നു. ഇൻഡെഫിനിറ്റ് ഡെൻസിറ്റി ഉള്ള, ഇൻഡെഫിനിറ്റ് മാസ് ഉള്ള ഒരു സിംഗുലാർ ആറ്റം. ഈ സിംഗുലാർ ആറ്റം ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവുകയും ആ പൊട്ടിത്തെറിയെ നമ്മൾ വിളിക്കുന്നതാണ് ബിഗ് ബാങ്. ആ പൊട്ടിത്തെറിയിൽ പല പല പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് ഇന്നത്തെ പല പല സ്റ്റാർസ് ആവുകയും പ്ലാനറ്റ്സ് ആവുകയോ എന്ന് പറയുന്നു. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതാണ് ബിഗ് ബാങ് തിയറി. അപ്പോൾ ആ ബിഗ് ബാങ് തിയറിയിൽ ഫോം ചെയ്ത വൺ ഓഫ് ദി പ്ലാനറ്റ് മാത്രമാണ് എർത്ത്. അപ്പൊ എർത്തിന്റെ പ്രായം പറയുന്നത് എത്രയാ? 4.6 ബില്യൺ ഇയേഴ്സ് ഓർ 4.6 ബില്യൺ ഇയേഴ്സ്. നമ്മൾ എർത്തിനെ നോക്കിക്കഴിഞ്ഞാൽ എർത്തിന്റെ ഷേപ്പ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചിലപ്പോൾ സ്പിയർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്ട്. ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പിയർ എന്ന് പറയുക. പക്ഷെ എർത്തിന്റെ ഷേപ്പ് ആക്ച്വലി സ്പിയർ അല്ല. നമ്മൾ എർത്തിനെ വരയ്ക്കുകയാണെങ്കിൽ എർത്തിന്റെ പോൾസ് എന്ന് പറയുന്ന 2 ഭാഗം ഇത്തിരി ഫ്ലാറ്റ് ആണ്. നേരെ മറിച്ച് ഇക്വേറ്ററിന്റെ ഭാഗം ഇത്തിരി കർവ്ഡ് ആണ്. ഈ ഭാഗം ഇത്തിരി കർവ്ഡും നമ്മുടെ പോൾസ് ഇത്തിരി ഫ്ലാറ്റുമാണ്. അപ്പൊ ഇത്തരത്തിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പോൾസ്, കർവ്ഡ് ആയിട്ടുള്ള ഇക്വേറ്റർ, ഇതാണ് എർത്തിന്റെ ഷേപ്പ്. ആ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോയിഡ്. അപ്പോൾ എർത്തിന്റെ ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് സ്പിയർ എന്ന് പറയരുത്, ജിയോയിഡ് ആണ് എർത്തിന്റെ ഷേപ്പ്. അതായത് നമ്മളൊരു ഫുട്ബോൾ സങ്കല്പിക്കുക, ഇത്തിരി എയർ കുറവുള്ള ഫുട്ബോൾ സങ്കല്പിക്കുക. നമ്മൾ ആ ഫുട്ബോളിന് 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സൈഡ് ഫ്ലാറ്റ് ആയപ്പോൾ നടുഭാഗം ഇത്തിരി ഇങ്ങനെ കർവ്ഡ് ആയിട്ട് ബൾജ്ഡ് ആയിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഷേപ്പാണ് എർത്തിനുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഷേപ്പ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എർത്തിന്, ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പർട്ടിക്കുലർ ഷേപ്പ്, എർത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ റേഡിയസ് ആയിരിക്കില്ല. അതായത് എർത്തിന്റെ സെൻട്രൽ നിന്നുള്ള ദൂരം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തേക്കും ഒരേപോലെ ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി ആ ഒരു ഷേപ്പ് വരയ്ക്കാം. സോ സപ്പോസ് ദിസ് ഈസ് എർത്ത്. ഇതാണ് നമ്മുടെ എർത്ത് എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ആയതുകൊണ്ട്, ഇത്രയും വലിയ എക്സാഗ്രേറ്റ് ചെയ്തതാണ്, റേഡിയസ് എല്ലായിടത്തേക്കും ഒരേപോലെ ആയിരിക്കില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇക്വേറ്ററിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഭാഗത്തേക്ക് റേഡിയസ് ഇത്തിരി കൂടുതലാണ്. നേരെ മറിച്ച് പോൾസ് 2 അറ്റത്തേക്കും എന്താണ്? റേഡിയസ് ഇത്തിരി കുറവാണ്. നമ്മളൊരു അപ്രോക്സിമേറ്റ് റേഡിയസ് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ആവറേജ് റേഡിയസ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സേ എർത്തിന്റെ റേഡിയസ് ഇസ് അബൌട്ട് 6400 കിലോമീറ്റേഴ്സ്. 6400 കിലോമീറ്റർ ആണ് എർത്തിന്റെ റേഡിയസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലായിടത്തേക്കും ഈക്വൽ റേഡിയസ് അല്ല, ഇക്വേറ്ററിലേക്ക് ഇത്തിരി കൂടുതലും പോൾസിലേക്ക് കുറവാണ്. നമ്മളൊരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 6400 കിലോമീറ്റർ ആണ് എർത്തിന്റെ റേഡിയസ്.
അപ്പോൾ എർത്തിനെ പറ്റി ബേസിക്കലി മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്? എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റിൽ മൂന്നാമത്തെ പ്ലാനറ്റ് ആണ് സോളാർ സിസ്റ്റത്തിലുള്ളത്. ദെൻ എർത്ത് 70% കവർഡ് വിത്ത് വാട്ടർ. അതുകൊണ്ട് തന്നെ വി സീ ഇറ്റ് ഇൻ ബ്ലൂ കളർ വെൻ വി ലുക്ക് ഫ്രം ദി സ്പേസ്. അതുകൊണ്ട് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. എർത്തിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞത് എന്താ? ജിയോഡിക്കൽ ഷേപ്പ് ആണ്, സ്ഫിയർ അല്ല. ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ്. പോൾസിൽ ഫ്ലാറ്റൻ ആണ്, ഇക്വേറ്ററിൽ കർവ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നു. എർത്തിന്റെ പ്രായം അപ്രോക്സിമേറ്റ്ലി 4.6 ബില്യൺ ഇയേഴ്സ്. എർത്തിന്റെ റേഡിയസ് ആവറേജ് എത്രയാണ്? 6400 കിലോമീറ്റർ. ഇത് വളരെ ബേസിക് ആയ ഡാറ്റയാണ്, ഒന്ന് മനസ്സിലിരുന്നോട്ടെ. കാരണം നമുക്ക് ഭാവിയിൽ ഇനിയുള്ള ടോപ്പിക്സ് പഠിക്കുമ്പോഴൊക്കെ ആവശ്യം വരും. എർത്തിനെ പറ്റി ഒരു പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ എർത്തിന് ചില മൂവ്മെന്റ്സ് ഉണ്ട്, ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ സോളാർ സിസ്റ്റം അങ്ങനെ തന്നെ മൂവ് ചെയ്യുമ്പോൾ അതിലും എർത്തിന്റെ മൂവ്മെന്റ് ഉണ്ട്. ആ ഗാലക്സി അങ്ങനെ തന്നെ മൂവ് ചെയ്യുമ്പോൾ അതിലും എർത്തിന്റെ മൂവ്മെന്റ് ഉണ്ട്. പക്ഷേ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയി വരുന്ന രണ്ട് മൂവ്മെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് റൊട്ടേഷനും മറ്റൊന്ന് റെവല്യൂഷനും. എർത്തിന്റെ മൂവ്മെന്റ്സിൽ നമുക്ക് ബേസിക്കലി നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് റൊട്ടേഷൻ, മറ്റൊന്ന് റെവല്യൂഷൻ. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് റൊട്ടേഷൻ. എന്താണ് റൊട്ടേഷൻ, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is that earth is spinning in its own axis. എർത്തിനൊരു ആക്സിസ് ഉണ്ട്, ആ ആക്സിസിനെ ബേസ് ചെയ്ത് എർത്ത് കറങ്ങുന്നുണ്ട്. എന്താണ് ആക്സിസ്? സപ്പോസ് ഇതാണ് നമ്മളുടെ എർത്ത് എന്ന് വിചാരിക്കാം. ദിസ് ഈസ് അവർ എർത്ത്. ഞാൻ എർത്തിന്റെ നോർത്ത് പോളിൽ കൂടെ കടന്ന് സെൻട്രൽ കൂടെ കടന്ന് സൗത്ത് പോളിൽ കൂടെ പോകുന്ന ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ആക്സിസ്. എന്താണ് ആക്സിസ്? എർത്തിന്റെ നോർത്ത് പോളിൽ കൂടെ കടന്ന് സെൻട്രലിൽ കൂടെ കടന്ന് സൗത്ത് പോളിൽ കൂടെ കടന്നു പോകുന്നു. നമ്മളൊരു ഗ്ലോബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഗ്ലോബ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഗ്ലോബിന്റെ രണ്ട് സൈഡിലും ഒരു ഹിഞ്ച് വെച്ചിട്ടായിരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടാവുക. ആ ഹിഞ്ചിനെ ബേസ് ചെയ്തായിരിക്കും ഗ്ലോബ് നമ്മൾ കറക്കുമ്പോൾ ഇങ്ങനെ കറങ്ങുന്നത്, അല്ലെ? ആ ഹിഞ്ച് ഒരു ലൈനായി സങ്കല്പിച്ച് ഉള്ളിലേക്ക് പോയി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുക. ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്ലോബ് സ്പിൻ ചെയ്യുന്നത്. സോ എർത്ത് ആ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റൊട്ടേഷൻ. ഇപ്പോൾ ഞാനാണ് എർത്ത് എന്ന് വിചാരിക്കാം. എൻ്റെ ഒരു ആക്സിസ്, ഇത് നോർത്ത് പോൾ സൗത്ത് പോൾ, ആക്സിസ് പോകുന്നു, ദാ ഇങ്ങനെ എർത്ത് കറങ്ങുന്നു. ഇതാണെന്ത്? റൊട്ടേഷൻ. ആ ആക്സിസിനെ പറ്റി ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാനിവിടെ വരച്ചപ്പോൾ ആക്സിസ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചത്, ഇങ്ങനെയാണ് വരച്ചത്. പക്ഷേ ഈ ആക്സിസ് ബേസിക്കലി പെർപെൻഡിക്കുലർ അല്ല. അതായത് നിങ്ങൾ ഈ പെന്നാണ് ആക്സിസ് എന്ന് സങ്കല്പിക്കുക. ഈ നിബിന്റെ പോർഷൻ ആണ് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. എർത്തിന്റെ ആക്സിസ് ഇങ്ങനെയല്ല, ശരിക്കും ഇത്തിരി ചരിഞ്ഞിട്ടാണ്, ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ആണ് ദി ആക്സിസ് ഓഫ് എർത്ത്. അപ്പോൾ നമ്മൾ ആക്സിസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വേണം വരയ്ക്കാൻ, ഒന്ന് ഇൻക്ലൈൻഡ് ആക്കിയിട്ട്. ഓക്കെ, ഒരു ഇൻക്ലിനേഷൻ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എർത്തിന്റെ ആക്സിസ് വരയ്ക്കാൻ. അപ്പോൾ ഈ ഇൻക്ലിനേഷനിൽ ഇങ്ങനെയാണ് നമ്മുടെ പോൾസും ഇക്വേറ്ററും വരുന്നത്, എർത്ത് വരുന്നത്. സോ എർത്തിന്റെ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്? സപ്പോസ് എർത്തിന്റെ ആക്സിസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 66.5 ഡിഗ്രി. 66.5 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് എർത്തിന്റെ ആക്സിസ്. നമ്മളിവിടെ നോർമലുമായിട്ടുള്ള ആംഗിൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 23.5 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് എർത്തിന്റെ നോർത്ത് പോളിൽ കൂടെ കടന്ന് സൗത്ത് പോളിൽ കൂടെ കടന്ന് സെൻട്രൽ കൂടെ പോകുന്ന ആ ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിസ്. എർത്തിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല നിൽക്കുന്നത്, ഇത്തിരി ഇൻക്ലൈൻഡ് ആണ്. എത്ര ഇൻക്ലൈൻഡ് ആണ്? 66 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഇത് കൂടാതെ നോർമലുമായി 23.5 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് എർത്ത് കറങ്ങുന്നത്. നിങ്ങളൊരു ഗ്ലോബ് എടുത്ത് നോക്കുക. ഗ്ലോബ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്ലോബിനൊരു ചരിവുണ്ട്. ആ ചരിവ് എന്ന് പറഞ്ഞാൽ ഈ ഇൻക്ലിനേഷൻ കാണിച്ചിരിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ എർത്ത് is spinning on its own axis. Earth's axis is an imaginary line that runs through the center of Earth from the North Pole to South Pole, around which the Earth rotates. And this axis, അടുത്ത സ്ലൈഡിലെ ലാസ്റ്റ് പോയിന്റ് നോക്കൂ. ഞാൻ ആക്സിസുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ പറഞ്ഞു എന്നുള്ളൂ. ലാസ്റ്റ് പോയിന്റ് നോക്കൂ. എർത്ത് റൊട്ടേറ്റ്സ് ഓൺ എ ടിൽറ്റഡ് ആക്സിസ്. ചരിഞ്ഞ ആക്സിസിലാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ എർത്ത് റൊട്ടേഷണൽ ആക്സിസ് മേക്സ് an angle of 23.5 degree with normal. നമ്മളവിടെ വരച്ച് കാണിച്ചിരുന്നു. And it makes around 66.5 degree with the orbital plane. അതായത് ഇതാണ് ആക്സിസ് എങ്കിൽ ടിൽറ്റഡ് ആണ്, ഈ ആംഗിൾ ആണ് 66.5. ഇവിടെ ഒരു ആക്സിസുമായി ഇവിടെ ഒരു നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ആ ആംഗിൾ ആണ് 23.5. ഓക്കെ, 66 ഡിഗ്രി വിത്ത് ദി ഓർബിറ്റൽ പ്ലെയിൻ. ഓർബിറ്റൽ പ്ലെയിൻ ഇസ് ദി പ്ലെയിൻ ഓഫ് ദി എർത്ത് ഓർബിറ്റ്, നത്തിങ്. ഓക്കെ, സോ ഇതാണ് ആക്സിസ്.
ഇനി റൊട്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആ ആക്സിസിനെ ബേസ് ചെയ്ത് എർത്ത് ഒരു കറക്കം കറങ്ങുന്നതാണ് റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയമാണ് എത്ര? 24 hours. എർത്ത് എടുക്കുന്ന റൊട്ടേഷൻ സമയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 24 hours എന്ന് പറയുന്നത്. ഈ സ്ലൈഡിൽ എർത്ത് ടേക്സ് അറൌണ്ട് അപ്രോക്സിമേറ്റ്ലി 24 hours ആണ് പറയുന്നത്. കാരണം കൃത്യം 24 മണിക്കൂറല്ല, ഏകദേശം 23 മണിക്കൂർ 56 മിനിറ്റ് ഒക്കെയാണ് വരുന്നത്. എന്നാലും നമ്മൾ 24 മണിക്കൂർ എന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണ്. സോ അപ്രോക്സിമേറ്റ്ലി 24 മണിക്കൂർ എന്ത് ചെയ്യുന്നുണ്ട്? എർത്ത് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ആ റൊട്ടേഷൻ റിസൾട്ട് ആയിട്ടുണ്ടാവുന്നതാണ് എന്ത്? ഡേയ്സ് ആൻഡ് നൈറ്റ്സ്. അപ്പൊ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ എന്തുണ്ടാവുന്നു? രാത്രിയും പകലും, ഡേയ്സ് ആൻഡ് നൈറ്റ്സ്. അതായത് ഇപ്പൊ ഞാനാണ് എർത്ത് സങ്കല്പിക്കാം, നിങ്ങളാണ് സൺ, നിങ്ങളുടെ വെളിച്ചം എൻ്റെ ദേഹത്ത് വീഴണം, അപ്പോഴാണ് നമുക്ക് ഡേ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ എങ്കിൽ എൻ്റെ ഫ്രണ്ട് സൈഡിൽ, ഞാനാണ് എർത്താണ്, എൻ്റെ ഫ്രണ്ട് സൈഡിൽ നിങ്ങളുടെ ഫേസിങ് സൈഡിൽ എന്തായിരിക്കും? ഡേ ആയിരിക്കും. നേരെ മറിച്ച് എൻ്റെ പുറകിൽ ബാക്ക് സൈഡിൽ എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും. കാരണം എന്താ? വെളിച്ചം എത്തുന്നില്ല, നിങ്ങൾ സണ്ണാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ സൈഡിലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഡേ, ഇപ്പുറത്ത് നൈറ്റ് ആയിരിക്കും. കുറച്ചുകൂടി തിരിഞ്ഞു കഴിഞ്ഞാൽ ഡേ മാറി ഇപ്പുറത്ത് നൈറ്റ്. ഇപ്പൊ കംപ്ലീറ്റ്ലി എർത്ത് ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്ക് സൈഡിൽ ഡേ, ഫ്രണ്ട് സൈഡിൽ നൈറ്റ്. അത് കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു സെയിം പൊസിഷൻ വരുമ്പോഴാണ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ റൊട്ടേഷൻ എടുക്കുന്ന സമയമാണ് എത്ര? 24 മണിക്കൂർ. So Earth takes around 24 hours to complete one rotation, and the rotation of the Earth results in days and nights. Earth rotate in the direction ഒന്ന് നോക്ക്. Earth is rotating from west to east. റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഡയറക്ഷൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഡയറക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നോർത്ത് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് കാണുന്നതാണ് സൗത്ത്. അങ്ങനെ ഇതായിരിക്കും ഈസ്റ്റ്, ഇതായിരിക്കും വെസ്റ്റ്. അപ്പൊ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്. ഈ ഡയറക്ഷനിലാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, എർത്ത് സ്പിൻ ചെയ്യുന്നത്. ഈ വെസ്റ്റ് ടു ഈസ്റ്റ് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ കാറിലോ ബസ്സിലോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സൈഡിലുള്ള, റോഡിന്റെ സൈഡിലുള്ള ബിൽഡിങ്സോ മരങ്ങളോ സ്റ്റേഷനറിയാണ്, അവർ അനങ്ങുന്നില്ല. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന എന്താ? അവർ പുറകിലോട്ട് പോകുന്ന പോലെ. ശരിക്കും അവർ പോകുന്നുണ്ടോ? ഇല്ല, നമ്മൾ മുന്നോട്ട് പോവാണ്, നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവർ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് പോകുന്നു. ശരിക്കും സൂര്യൻ പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് സൂര്യൻ പോകുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാ? എർത്ത് കറങ്ങുന്നതുകൊണ്ടാണ്. നമ്മൾ നിൽക്കുന്ന എർത്ത് കറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ സൂര്യൻ കിഴക്കുന്ന് പടിഞ്ഞാറായിട്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്നതായി നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കുക, എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ എർത്തിന്റെ റൊട്ടേഷനെ പറ്റി നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഏതൊക്കെ പോയിന്റ്സ് ആണ്? എർത്തിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പിന്നിങ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ലൈൻ പാസിംഗ് ത്രൂ ദ നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ ത്രൂ ദി സെന്റർ ഓഫ് എർത്ത്. ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് ഇൻക്ലൈൻ ആണ്. എത്ര ഡിഗ്രി ഇൻക്ലൈൻ ആണ്? 66.5 ഡിഗ്രി വിത്ത് ദ പ്ലെയിൻ, അല്ലെങ്കിൽ 23.5 ഡിഗ്രി വിത്ത് ദി നോർമൽ. എർത്തിന്റെ കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന സമയം 24 hours. ആ കംപ്ലീറ്റ് റൊട്ടേഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്താ? ഡേയ്സ് ആൻഡ് നൈറ്റ്സ്. എർത്ത് റൊട്ടേഷൻ ഡയറക്ഷൻ എങ്ങനെയാണ്? വെസ്റ്റ് ടു ഈസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ എർത്തിന്റെ റൊട്ടേഷനെ പറ്റി ബേസിക്കലി ഓർത്തു വെക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്, ദി റൊട്ടേഷൻ ഓഫ് എർത്ത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നോക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് എന്താ? റെവല്യൂഷൻ. റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂവ്മെന്റ് ഓഫ് എർത്ത് അറൌണ്ട് ദി സൺ. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. ഭൂമി സ്വയം കറങ്ങുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. ഭൂമി, ദ എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ. ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു പാത്ത് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് പാത്തിൽ കൂടെയാണ് ദി എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇതാണ് ആ പാത്ത് എന്ന് വിചാരിക്കാം. ഇവിടെയായിരിക്കും സൺ, ഈ എർത്ത് ഇങ്ങനെ ഈ സണ്ണിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഈ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ദിസ് പാത്ത് ഈസ് നോൺ ആസ് ദി ഓർബിറ്റ്. ഓർബിറ്റിന്റെ ഷേപ്പ് എന്താണ്? എലിപ്സ് ആണ്. ഓക്കെ, എർത്ത് ഇസ് നോട്ട് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ഇൻ ആൻ സർക്കുലർ ഓർബിറ്റ്. എർത്ത് ഇസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇലോങ്ങേറ്റഡ് സർക്കിൾ, ഇത്തിരി വലിച്ചു നീട്ടിയ സർക്കിൾ പോലെ. സർക്കിൾ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പോയിന്റ്സ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ സെന്റർ. ഒരു സെന്ററിൽ നിന്ന് ഈക്വിഡിസ്റ്റന്റ് ആയ ഗ്രൂപ്പ് ഓഫ് പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് സർക്കിൾ എന്ന് പറയുന്നത്. എലിപ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈക്വിഡിസ്റ്റന്റ് ആയിരിക്കില്ല. അതായത് ഈ സണ്ണിൽ നിന്ന് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിലേക്ക് പല പോയിന്റിലേക്കും പല ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എർത്തും സണ്ണും തമ്മിലുള്ള ദൂരം ഒരിക്കലും സ്റ്റേഷനറി അല്ല, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് അല്ല, മാറിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? എർത്ത് കറങ്ങുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇലോങ്ങേറ്റഡ് സർക്കിൾ ആണ്. സോ സണ്ണുമായുള്ള ഡിസ്റ്റൻസ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ എർത്ത് ഇസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ആൻഡ് എർത്ത് ഇസ് റിവോൾവിംഗ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്.
ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുവാനായിട്ട് ഒരു വട്ടം സൂര്യനെ വലം വെച്ച് വരാനായിട്ട് എർത്തിന് എത്ര സമയം എടുക്കും? എർത്ത് ഈസ് ടേക്കിംഗ് അറൌണ്ട് 365.25 ഡേയ്സ്. 365 ദിവസം. 360 ദിവസത്തിനെയാണ് നമ്മൾ ഒരു വർഷമായി കണക്കാക്കുക. അതായത് എർത്ത് ഒരു റൗണ്ട് റിവോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിവോൾവ് ചെയ്ത് എത്താനെടുക്കുന്ന സമയമാണ് എന്ത്? നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത്. ആ ഒരു വർഷത്തിന്റെ സമയമാണ് 365.25 അല്ലെങ്കിൽ 365.25 ദിവസം എന്ന് പറയുന്നത്. നമ്മൾ കലണ്ടറിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ഈ കാലെന്ന് പറയുന്ന ഭാഗത്തിനെ നമ്മൾ എടുത്ത് മാറ്റും. ഓക്കെ, കാലെന്ന് പറയുമ്പോൾ 6 മണിക്കൂർ അല്ലെ, ഒരു ദിവസത്തിന്റെ 1/4 എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ. ഈ 6 hours നമ്മളത് മാറ്റും, കണക്കാക്കില്ല. അങ്ങനെ ആ 6 hours കൂട്ടി വെച്ച് 4-ാം വർഷം നമ്മൾ എന്ത് ചെയ്യും? ലീപ്പ് ഇയർ ആയിട്ട് എടുക്കും അല്ലെ. ചില വർഷങ്ങളിൽ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി 29 കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാ? നമ്മൾ ആ ലീപ്പ് ഇയറിന് എടുക്കുന്നതാണ്. ആ ലീപ്പ് ഇയർ എടുക്കുന്നപ്പോൾ ഈ കാലെന്നുള്ള കണക്കെ നമ്മൾ കൂട്ടി വെച്ച് 4 വർഷം കഴിയുമ്പോൾ ഒരു ഫുൾ ഡേ ആയിട്ട് എടുക്കും. അതാണ് എന്ത്? റെവല്യൂഷനിൽ പറയുന്ന കാര്യം. റെവല്യൂഷൻ റിസൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ടാവുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് റെവല്യൂഷൻ വി ഹാവ് സീസൺസ്. നമുക്ക് സീസൺസ് ഉണ്ടാവുന്നു. സമ്മർ, വിന്റർ പോലെയുള്ള സീസൺസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ റെവല്യൂഷനെ പറ്റി ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? എർത്ത് ഇസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ. ഒരു പാത്ത് ഉണ്ട്, ആ പാത്തിന്റെ പേരാണ് ഓർബിറ്റ്. ആ ഓർബിറ്റിന്റെ ഷേപ്പ് എലിപ്റ്റിക്കൽ ആണ്. എലിപ്റ്റിക്കൽ ആയതുകൊണ്ട് തന്നെ എർത്തും സണ്ണും നമ്മൾ ഡിസ്റ്റൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയം 365.25 ഡേയ്സ്. അതാണ് നമ്മുടെ ഒരു വർഷം. ആ ക്വാർട്ടർ ഡേയ്സിനെ നമ്മൾ കൂട്ടി വെച്ച് 4 വർഷം കൂടുമ്പോൾ ലീപ്പ് ഇയർ ആക്കി എടുക്കുന്നു. ആ റെവല്യൂഷൻ റിസൾട്ട് ആണ് നമുക്ക് അടുത്ത് സീസൺസ് ഉണ്ടാകുന്നത്. ആ സീസൺ സൈക്കിളിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യമാണ് റെവല്യൂഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് റൊട്ടേഷനും റെവല്യൂഷനും. ഓക്കെ, ഇന്ന് നമുക്ക് ഗ്ലോബലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് പോലെ കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.